ക്യാൻസർ ആകട്ടെ, എന്ത് രോഗമാകട്ടെ, ഇതൊക്കെ മനുഷ്യർക്ക് വരുന്ന രോഗങ്ങളാണ്. സോ അങ്ങനെ ഒരു രോഗം വന്നാൽ ഒരു ഹോസ്പിറ്റലിന്റെ എത്തിക്സിന് ചേർന്നതല്ല. ഒരു രോഗിയുടെ ഭർത്താവിനോട് പറയണമെങ്കിൽ ആ രോഗിയുടെ സമ്മതം വേണം. നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് അറിവുള്ള ആരോട് വേണമെന്ന് ചോദിച്ചു നോക്ക്. അതാ ഹോസ്പിറ്റലുകാരുടെ കുഴപ്പമല്ലേ ചേട്ടാ? എന്തായാലും ഹോസ്പിറ്റലുകാരുടെ കുഴപ്പം തന്നെയല്ലേ അവർ. ഞാൻ പറയട്ടെ, ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കേട്ടില്ല. എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നുള്ള വോയിസ് ഉണ്ട്, എന്തോ നേഴ്സിൻ്റെ സിസ്റ്റർ പറഞ്ഞതാണെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ക്യാൻസർ ആകട്ടെ, എന്ത് രോഗമാകട്ടെ, ഇതൊക്കെ മനുഷ്യർക്ക് വരുന്ന രോഗങ്ങളാണ്. സോ അങ്ങനെ ഒരു രോഗം വന്നാൽ ഒരു ഹോസ്പിറ്റലിന്റെ എത്തിക്സിന് ചേർന്നതല്ല. ഒരു രോഗിയുടെ ഭർത്താവിനോട് പറയണമെങ്കിൽ ആ രോഗിയുടെ സമ്മതം വേണം. നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് അറിവുള്ള ആരോട് വേണമെന്ന് ചോദിച്ചു നോക്ക്. ഒരു പനി വന്നാൽ അത് രോഗിയുടെ സമ്മതമില്ലാതെ മൂന്നാമതൊരാളെ അറിയിക്കാൻ പാടില്ല. അത് മെഡിക്കൽ എത്തിക്സിന് വിപരീതമാണ് അങ്ങനെ ചെയ്തെങ്കിൽ. എനിക്കതൊന്നും അറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ എൻ്റെ കാര്യം തന്നെയല്ല, ഏതൊരു രോഗിയും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന അവരുടെ പ്രൈവസി തന്നെയാണ്. എന്ത് രോഗമാകട്ടെ അത് പ്രൈവസിയാണ്. പക്ഷെ അത് ഇങ്ങനെ വെറും കച്ചവടമാക്കിയും തന്നെ ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ അത് വെറും തെറ്റായിട്ടുള്ള പ്രവണതയാണത്. പക്ഷെ നമ്മൾ ആ ഹോസ്പിറ്റലിനെ പറ്റി കേട്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു രോഗിയുടെ പ്രൈവസി തന്നെയാണ് ആഗ്രഹിക്കുന്നത്, എന്തും ആകട്ടെ. പക്ഷെ ഇങ്ങനെ കാണിച്ചത്, അത് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ കാണിച്ചത് തെറ്റായിപ്പോയി.